ധന്യാരാമൻ. ഞങ്ങളെല്ലാം പെട്രോൾ പമ്പ് ഡീലർഷിപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. ഞങ്ങളിൽ NOC കിട്ടിയവരുണ്ട്, പമ്പ് പണി പൂർത്തിയായവരുണ്ട്, NOC എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. വിവിധ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ടൊക്കെ പമ്പ് നടത്തിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കയ്യിൽ നിന്ന് പമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയവരുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഒരിക്കലും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ വന്ന് ഞങ്ങളുടെ പമ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കുകയോ പരാതിയും കൊടുത്ത് പുറകെ പോകേണ്ടി വരുന്ന അവസ്ഥയില്ല. കേരളത്തിൽ മാത്രം ഏകദേശം 300ഓളം പമ്പ് SC വിഭാഗത്തിനും 100ഓളം പമ്പ് ST വിഭാഗത്തിനും കഴിഞ്ഞ ഘട്ടങ്ങളിലായി നടത്തി വരുന്നവരുണ്ട്. പുതിയത് അനുവദിച്ചത് വേറെയുണ്ട്. ഈ നടത്തി വരുന്നവരുടെ ആരുടെയും കയ്യിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പെട്രോൾ പമ്പ് ഇല്ല എന്നുള്ളതാണ്. ഇത് ബിനാമികളാണെന്നും ഇതൊരു വലിയൊരു കള്ളപ്പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇതിലോട്ട് ആരോ ഇതിനകത്ത് ഉദ്യോഗസ്ഥരും ഒക്കെയായി ചേർന്ന് ഇതിനകത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതും കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സഹമന്ത്രിയോട് ഞങ്ങൾ ഒരു CBI എൻക്വയറിയാണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം സാധാരണപ്പെട്ട ആൾക്കാർ ഒരു പമ്പിന് ഇപ്പോൾ അപേക്ഷ വിളിക്കുന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പം ഞാനൊരു SC STയുടെ ലൊക്കേഷനിൽ പോയി ലാൻഡ് നോക്കുമ്പം അതേ സ്ഥലത്ത് വേറെ പമ്പുടമകൾ ബിനാമി ആൾക്കാർ അവിടെ വന്ന് ഞാൻ ചോദിച്ച അതേ ലാൻഡിന് അവരും ചോദിക്കുവാണ്. ശരിക്കും ഒരു 5 മീറ്ററോ ചെറിയൊരു ഡിസ്റ്റൻസിൽ ആയിരിക്കും, 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്തായിരിക്കും ഒരു പമ്പിന്റെ ലൊക്കേഷൻ വിളിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ലാൻഡ് 1-2 ലാൻഡ് നമ്മൾ പോയി നോക്കുമ്പോൾ ഈ ലാൻഡ് എല്ലാം വേറെ ആൾക്കാർ വന്ന് ചോദിക്കും. അപ്പൊ അവര് എന്ത് പറയും, 22 വർഷത്തേക്ക് അവർ ലീസ് എഗ്രിമെന്റ് എഴുതാം. അപ്പൊ അവരൊരു 20 ലക്ഷം രൂപ ലാൻഡ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഞങ്ങൾ 20 ലക്ഷത്തിന് പുറത്ത് പൈസ, ഞങ്ങൾ ഒരു 25 ലക്ഷമെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടാണ് നമ്മളൊരു ഒരു ഭൂമി പെട്രോൾ പമ്പിന് കണ്ടെത്തുന്നത് തന്നെ. 22 വർഷത്തേക്ക് 25 ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്ത് അത് ലീസ് എഗ്രിമെന്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഈ പൈസ നമ്മൾ തുടക്കത്തിലെ നമ്മൾ നല്ലൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഇതിനകത്തോട്ട് വരുന്നത്. അത് ജനറൽ കാറ്റഗറി ആയാലും SC ST കാറ്റഗറി ആയാലും ഒരേപോലെയാണ് പൈസ ചെലവാക്കുന്നത്. പക്ഷേ ഇപ്പൊ ചേച്ചിയുടെ പമ്പ് 2018 വീണതും 2 വർഷത്തിനകത്ത് NOC കിട്ടിയതുമാണ്. 2026 ആയിട്ടും ചേച്ചിക്ക് പെട്രോൾ പമ്പ് പണി പൂർത്തിയായില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ NOC എപ്പോഴും എടുത്തു കഴിഞ്ഞു. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്? കാട്ടായിക്കോണത്തെ ഏറ്റവും വലിയ സൈറ്റാണ് ചേച്ചിയുടേത്. അപ്പൊ ഇതിനകത്ത് ഉദ്യോഗസ്ഥരും കൃത്യമായിട്ട് ബിനാമികളും തമ്മിൽ വലിയൊരു ഇടപാടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇതുപോലെ ഒരു 70 പെട്രോൾ പമ്പെങ്കിലും ഇങ്ങനെ മുടങ്ങി കിടപ്പുണ്ട്. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു, സുരേഷ് ഗോപി സാറ് പെട്രോളിയം മന്ത്രിയായപ്പോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അത് ഗുണപ്പെടുമെന്ന്. അദ്ദേഹം താമസിക്കുന്നത് ശാസ്തമംഗലത്താണ്. ജഗതിയിലാണ് ബിജേഷിന്റെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത്. 20 വർഷം പഴക്കമുള്ള പമ്പാണ്. ഒരു ദിവസം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ വന്ന് പറയുവാണ്, ശനിയാഴ്ച വന്നിട്ട് അവർ ഒന്നും പറയാതെ വന്ന് ലോക്ക് ഇട്ടിട്ട് പോവുകയാണ്. കേസ് ഹൈക്കോടതി നടക്കുന്നൊന്നും അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. എവിടുത്തെ നിയമം ആർക്ക് വേണ്ടിയാണ് ഇത് പാലിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ അപേക്ഷിച്ച് ഞങ്ങളുടെ ആരുടെയും പമ്പുകൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, പുതിയൊരു പമ്പ് അപേക്ഷിക്കുമ്പോൾ മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ വന്ന് ഇവിടെ മൊത്തം വ്യാപകമായിട്ട് പമ്പ് എടുക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വേറുള്ള ആൾക്കാർ കസ്റ്റഡിയിൽ വരെ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ട്. ഞങ്ങളുടെ പമ്പുകൾ ബിനാമികളാണ് നടത്തുന്നുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കും. ഇത് വലിയൊരു കള്ളപ്പണ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്നതായതുകൊണ്ടാണ് ഞങ്ങൾ അവസാനമായിട്ട് ഒരു വട്ടം കൂടി ഞങ്ങൾ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് അറിയിക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ കേന്ദ്ര സഹമന്ത്രിക്ക് ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാരുടെ പമ്പുകളെ കുറിച്ച് ഒന്നും അറിയില്ല, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്കറിയാം, തിരുവല്ലം ചങ്ങനാശ്ശേരി റോഡിൽ SC കാറ്റഗറിയിൽപ്പെട്ട ഒരാളുടെ പുതിയ പമ്പ് വരുവാണ്. ആ പമ്പ് NOC എടുക്കുമ്പോൾ തന്നെ ഭയങ്കര തടസ്സമാണ്. അപ്പൊ പറയും, നിങ്ങൾ എടുക്കരുത്, അപ്പുറം ഇപ്പുറം വേറെ പമ്പുകളുണ്ട്, ഉടമകൾ ആക്രമിക്കും, ലോക്കൽ ഗുണ്ടകളൊന്ന് ഭയങ്കര ഭീഷണിപ്പെടുത്തലായിരുന്നു. നാളെയാണ് പമ്പിന്റെ ഉദ്ഘാടനമെങ്കിൽ തലേ ദിവസം ആ പമ്പുടമ പിന്നെ വെട്ടിക്കളഞ്ഞു. അയാൾ 1 വർഷമായിട്ട് അയാൾ ചത്തെന്ന് കരുതി ഇട്ടിട്ട് പോയതാണ്. പിന്നെ 1 വർഷം അയാൾ ആ കിടക്കയിൽ എണീക്കാനായിട്ട് 1 വർഷം എടുത്തു. അപ്പൊ എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളും ഞങ്ങൾ നേരിടുന്നുണ്ട്. ജനറൽ കാറ്റഗറിയെ പോലെ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ 2023 നോട്ടിഫിക്കേഷനിൽ അപേക്ഷിച്ച് തൊട്ടപ്പുറത്ത് മംഗലാപുരത്തെ പമ്പിന് NOC എടുത്ത് ഞങ്ങൾക്ക് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ പമ്പ് വരുന്നതിന് മുമ്പേ കഴക്കൂട്ടത്തും ചന്തവിളയിലൊക്കെ പമ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ എന്തിനാണ് ഈ ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിനകത്ത് പുറത്തു നിന്നുള്ള ഏതോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ ഇടയിലായാലും ബിനാമികളുടെ ഇടയിലായാലും അത് കണ്ടുപിടിക്കാനായിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കും. അതിനുവേണ്ട കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞങ്ങൾ എല്ലാ രീതിയിലും ഇതിനെ പ്രതിരോധിച്ച് മടുത്തവരാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ എവിഡൻസ് ഞങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. അവരിത് അംഗീകരിച്ച് ഏതെങ്കിലും ഒരു എൻക്വയറി, CBI എൻക്വയറി തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. CBI എൻക്വയറി ഇതിനകത്ത് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ 300ഓളം പെട്രോൾ പമ്പുകൾ ഞങ്ങൾക്ക് തിരിച്ചെടുത്ത് തന്നില്ലെങ്കിൽ അടുത്ത ഇപ്പൊ കേരളത്തിൽ മാത്രം ഇത്ര, അപ്പൊ ഇന്ത്യയിലെ മുഴുവൻ SC ST വിഭാഗത്തിന്റെ പമ്പുകൾ എത്ര കോടിയുടെ ആസ്തിയാണെന്ന് നോക്ക്.
എത്ര കോടിയുടെ ആസ്തിയാണ്. ഞങ്ങൾക്ക് സാമൂഹികമായി മാറ്റം വരാനായിട്ടാണ് ഞങ്ങൾക്ക് പമ്പുകൾ അനുവദിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വത്തുക്കളും എല്ലാം പോകുന്ന മറ്റുള്ളവർക്കാണ്, പേര് ഞങ്ങൾക്കും. ഇവന് ജഗതിയിൽ പമ്പില്ലെങ്കിലും 20 വർഷം നടത്തിയ പമ്പ് ഉടമയാണ്. ഇപ്പൊ 77,000 രൂപ പമ്പില്ലെങ്കിൽ അവൻ മാസം EMI അടയ്ക്കണം. അപ്പോൾ ആത്മഹത്യയിലോട്ടാണ് പോകുന്നത്. ഒരു മനുഷ്യൻ ഒരു വരുമാനം ഇല്ലാതെ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്ന പമ്പ് നിർത്തി വെച്ചിട്ട് 77,000 രൂപ EMI അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അടയ്ക്കും? അപ്പൊ ഇവരൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ വേണമെങ്കിൽ CBI എൻക്വയറി തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കേന്ദ്രത്തോട് ഞങ്ങൾ അത് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാൻ?